ഹായ് ഫ്രണ്ട്സ്. അഗസ്ത്യ ചീര കഴിഞ്ഞാൽ പിന്നെ പൊന്നാങ്കണ്ണി ചീരയാണ് കണ്ണിന് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് വന്നപ്പോൾ കുറച്ച് പൊന്നാങ്കണ്ണി ചീര കൊണ്ടുവന്ന് അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് വേണ്ടുന്ന ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീരയിൽ ആവശ്യമായ ഉപ്പും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഒരല്പം വെള്ളവും ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചീരയില നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി ഇത്രയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചീരയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ച് അരപ്പ് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ പൊന്നാങ്കണ്ണി ചീരത്തോരട്ട് റെഡി.